ശ്രീ കൃഷ്ണദാസ്, ഇവിടെ ഇപ്പോൾ പാകിസ്ഥാനെതിരെ പോരാടാൻ നമ്മൾ ഒരുമിച്ച് നിന്നു എന്ന് ലാൽകുമാർ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആ പോരാട്ടത്തിൽ നോക്കൂ, നമ്മളാരും ആ പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിന്നവരല്ല. അതിനെ നയിച്ചത് സൈന്യമാണ്. അപ്പോൾ ആ സൈന്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾക്കെതിരെയാണ് BJP-യുടെ ഒരു നേതാവ് ഈ വിധം ഒരു പരാമർശം നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ആർക്കും ആരെയും എന്തും പറഞ്ഞു പോകാമെന്നൊരു മെസ്സേജ് കൂടി ഉണ്ട് വിജയ് ഷായുടെ പരാമർശത്തിൽ എന്നുള്ളതാണ് അതിന്റെ അപകടം. അപ്പോൾ അങ്ങനെയല്ല ഈ രാജ്യം എന്നത് ഒരു ശക്തമായ മെസ്സേജിലൂടെ കൊടുക്കേണ്ടത് വിജയ് ഷായെ ആ സ്ഥാനത്ത് നിന്ന് ആ നിമിഷം തന്നെ മാറ്റിയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹം ഇതാ മന്ത്രിസ്ഥാനം അലങ്കരിക്കുന്നു, BJP-യുടെ നേതൃ പദവി അലങ്കരിക്കുന്നു. രാജ്യത്തിന് പുറത്ത് ഈ വിജയ് ഷായെ പോലുള്ളവർ നൽകുന്ന മെസ്സേജ് ഭീകരവാദത്തിന് ഗുണം ചെയ്യുന്നതാണോ, ഭീകരവാദത്തെ തകർക്കുന്നതാണോ? കൃഷ്ണദാസ്, നമ്മൾ കുറച്ചുകൂടി നമ്മുടെ രാഷ്ട്രീയ ഭൂമികയിൽ കുറച്ചുകൂടി ഈ വിഷയത്തെ കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട അഭ്യർത്ഥനയുള്ളത്. ഇപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കന്മാരിൽ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ശ്രീ MA ബേബിയുടെ ഒരു സ്റ്റേറ്റ്മെന്റിനെ മാത്രം കുറിച്ച് പറഞ്ഞത്. കോൺഗ്രസിന്റെ എത്രയോ നേതാക്കന്മാർ, ഇടതുപക്ഷത്തിന് എത്രയോ ഹാൻഡിലുകൾ, ഇവരെല്ലാം ഈ രാജ്യത്ത് 2 ആഴ്ചക്കാലം, അതായത് 13-14 ദിവസക്കാലം പഹൽഗാം വിഷയവുമായി ഉണ്ടായതിനു ശേഷം നമ്മൾ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തില്ല, പാകിസ്ഥാനെതിരെ അടിച്ചില്ല, തിരിച്ചടിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് എത്രയോ സർക്കാരിനെതിരെ എത്രയോ ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷെ നമ്മൾ ആ തീവ്രവാദികളുടെ ക്യാമ്പിൽ പോയി അക്കമിട്ട് നിരത്തി എണ്ണി നിരത്തി ഏതൊക്കെയാണെന്ന് ലോകത്തോട് പറയുന്ന തരത്തിൽ, നമ്മുടെ സൈനിക ശക്തി വിളിച്ചോതുന്ന തരത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ സൈന്യം ഒറ്റയടിക്ക് ആ തീവ്രവാദത്തിന്റെ മണിയൊടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് പൂർണ്ണമായി അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്നവരല്ല നമ്മളാരും. കാരണം തീവ്രവാദത്തെ അത്ര പെട്ടെന്ന്, ഭീകരവാദത്തെയോ അത്ര പെട്ടെന്ന് ഒറ്റയടിക്ക് ഇല്ലാതെയാക്കാൻ ഒരു രാജ്യത്തൊന്നും കഴിയുന്ന കാര്യമല്ല. അത് അമേരിക്ക അടക്കമുള്ള ലോകശക്തികൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. പക്ഷെ നമ്മളുടെ രാജ്യം അവരുടെ മടയിൽ പോയി അവരെ ആക്രമിച്ച് അവരുടെ ഭീകരവാദ ക്യാമ്പുകൾ തകർത്തു. പക്ഷെ അത് തകർക്കുന്ന 2 ദിവസക്കാലത്തേക്ക് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന പല നേതാക്കന്മാരും, അവർ സംയമനം പാലിച്ചു, മിണ്ടാതിരുന്നു. അത് ദേശീയ തലത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചിരുന്നിടത്ത് പാകിസ്ഥാൻ അകത്ത് കയറി, രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് അതിർത്തി കടക്കാതെ നമ്മുടെ സൈന്യം നടത്തിയിട്ടുള്ള ധീരമായിട്ടുള്ള പോരാട്ടമാണ്. എനിക്കൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, സോഫിയ ഖുറേഷിയുടെ കാര്യത്തിലാണെങ്കിലും വ്യോമിക സിംഗിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ അഭിമാനം കൊള്ളുന്നത് അവർ നേരത്തെയും നടത്തിയിട്ടുള്ള സൈനിക നേതൃത്വത്തിന്റെ പേരിലാണ്. അല്ലാതെ ഇപ്പോൾ അവർ പത്രസമ്മേളനം നടത്തുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ അതുകൊണ്ടാണ് പ്രശ്നവും. ഇപ്പോൾ ആ വാർത്താ സമ്മേളനത്തിൽ പോലും 2 സ്ത്രീകൾ ഇരിക്കുകയാണല്ലോ മുൻനിരയിൽ. അപ്പോൾ വ്യോമിക സിംഗിനെ പിക്ക് ചെയ്യാതെ സോഫിയ ഖുറേഷിയെ മാത്രം പിക്ക് ചെയ്യുകയാണ് BJP-യുടെ ഒരു മന്ത്രി. എന്നിട്ട് പറയുന്നു ഭീകരവാദികളുടെ സഹോദരികളെ കൊണ്ട് തന്നെ നരേന്ദ്രമോദി അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടു, അവർക്കെതിരെ പോരാടിപ്പിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? എന്താണ് അതിന്റെ മെസ്സേജ്? ഈ ഭീകരവാദികളുടെ സഹോദരി എന്ന് ഈ BJP മന്ത്രി ഉദ്ദേശിക്കാൻ കാരണം എന്തായിരിക്കും ശ്രീ കൃഷ്ണദാസ്? അത് BJP-ക്കുള്ളിലുള്ള മതവൈര്യമല്ലേ? എനിക്ക് അങ്ങയോട് ആദ്യമേ തന്നെ സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഈ ഒറ്റക്ക് നടക്കുന്ന ഈ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നുണ്ടാകുന്ന, ഒരു കോണിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും ഒരു അഭിപ്രായ പ്രകടനത്തെ, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ, ഒരു അഭിപ്രായത്തെ ഒന്നും ഒരു ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഒരു ചർച്ചയുടെ ഭാഗമാക്കി ഈ തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു ചർച്ചക്കോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് അത് തെറ്റാണ്. ആ സാഹചര്യം ഉണ്ട് കൃഷ്ണദാസ്. എന്തുകൊണ്ടാണ് ആ സാഹചര്യം ഉണ്ട്? അത് അങ്ങ് പറയുന്നത് തെറ്റാണ്. രാജ്യത്തിന്റെ മുഖമായി നിന്ന ഒരു സ്ത്രീക്കെതിരെ, ഒരു സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഈ വിധത്തിൽ ഭീകരവാദികളുടെ സഹോദരി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ എന്താണ്? അവരും ഭീകരവാദിയാണ്. അപ്പോൾ അവരെ അങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? അവരുടെ മതമാണ്. അത് പറയുന്നതാണ് ആരാണ്? രാജ്യത്തെ നയിക്കുന്ന BJP എന്ന കക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി പദവി വഹിക്കുന്ന ഒരാളാണ്. ഇനി താങ്കൾ പറയുന്ന തരത്തിൽ ആ ചർച്ചയ്ക്ക് തന്നെ സ്കോപ്പ് ഇല്ലാതാകുമായിരുന്നു. എപ്പോൾ ഇത് വ്യക്തിപരമായ അഭിപ്രായമാണ്, BJP-യുടെ അഭിപ്രായമല്ല, BJP ഇതാ ഇതിനെ തള്ളിക്കളയുന്നുവെന്ന് താങ്കൾ മുൻപ് പറഞ്ഞ ആരെങ്കിലും ഒരു പരാമർശം നടത്തിയിരുന്നെങ്കിൽ, അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോഴും ആ വർഗീയ പരാമർശം നടത്തിയാൽ BJP-യുടെ മന്ത്രി പദവി അലങ്കരിക്കുകയാണ് കൃഷ്ണദാസ്. എന്നിട്ട് താങ്കൾ പറയുന്നു ഇതിൽ ദേശീയ തലത്തിൽ ഒരു ചർച്ചയ്ക്ക് സ്കോപ്പ് ഇല്ലാത്ത വിഷയമാണ് എന്നുള്ളത്. അതെങ്ങനെയാണ് ശരിയാകുന്നത്? നമ്മൾക്ക് ചില വിഷയങ്ങളിൽ ഒരു പ്രശ്നം സമൂഹത്തിലേക്ക് സൃഷ്ടിക്കാൻ സാധ്യതയുള്ള, അതല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് ഇല്ലാതെയാക്കുന്നത്? ഒന്നുകിൽ അതിൽ പൂർണ്ണമായിട്ടുള്ള സൈലൻസ് എടുക്കുക, ഇനി അതല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ പർവ്വതീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. ഒരു വിഷയമുണ്ടായാൽ ആ വിഷയത്തെ ഇല്ലാതെയാക്കാനാണ് നാം ശ്രമിക്കേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ആ അഭിപ്രായം മുഴച്ചു നിൽക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൽ വീണ്ടും അഭിപ്രായങ്ങൾ പറഞ്ഞ് വീണ്ടും അതിൽ ചർച്ച ഉണ്ടാക്കാനുള്ള ശ്രമമല്ല ഉണ്ടാകേണ്ടത്. അത് അവിടെ വെച്ച് മുളയിലെ തന്നെ നുള്ളുക എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നു, നടപടിയുമായി മുന്നോട്ട് പോകുന്നു, അദ്ദേഹം മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതിൽ വ്യത്യാസമുണ്ടെങ്കിൽ ആയിക്കോട്ടെ, അത് രണ്ടാമത്തെ കാര്യം. ഈ പാർട്ടിയുടെ അഭിപ്രായം അതുകൊണ്ടാണല്ലോ അഖിലേന്ത്യാ നേതൃത്വം പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, അല്ല, പാർട്ടിയുടെ അഭിപ്രായം ഈ വിഷയത്തിൽ ആര് പറഞ്ഞു? അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, അതിൽ ആര് പറഞ്ഞു എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, BJPയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള നിർദ്ദേശവും ഒക്കെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും ബിജെപിയുടെ അഖിലേന്ത്യാ മീറ്റിംഗിൽ ഇരുന്നല്ലോ അദ്ദേഹം ആ പരാമർശം നടത്തിയത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് അതിനുള്ളിൽ തന്നെ തിരുത്തിയാൽ മതി കൃഷ്ണദാസ്. ബിജെപിയുടെ ഒരു മീറ്റിംഗിനുള്ളിൽ ഇരുന്നാണ് വിജയ് ഷാ അങ്ങനെ ഒരു പരാമർശം നടത്തിയതെങ്കിൽ നിങ്ങൾ അത് ആ മീറ്റിംഗിനുള്ളിൽ തിരുത്തിയാൽ മതി, അദ്ദേഹത്തെ തിരുത്തിയാൽ മതി, അദ്ദേഹത്തിന് വിശദീകരണം ചോദിച്ചാൽ മതി. അത് നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന പ്രശ്നമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എവിടെയാണ്? ഒരു പൊതുമധ്യത്വം നിന്നാണ്. ആ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ കൈയടിച്ച് ആഹ്ലാദിക്കുന്നത് താങ്കൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിലുള്ള വെറുപ്പാണത്. ആ വെറുപ്പിനെ സമൂഹത്തിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വിട്ടിട്ട് നിശബ്ദതയാണ് ഇതിൽ ഏറ്റവും നല്ല ആയുധം എന്ന് പറഞ്ഞാൽ ആരോടാണ് ഈ പറയുന്നത്? അസിത, തീവ്രവാദ അക്രമത്തെ, ഭീകരവാദ അക്രമത്തെ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബി 370-ാം വകുപ്പിന്റെ ഭാഗമായിട്ട് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനവും അതല്ലെങ്കിൽ കാശ്മീരിൽ നടക്കുന്ന പ്രശ്നങ്ങളുമാണ് എന്ന് പറഞ്ഞതിനേക്കാൾ അപ്പുറത്ത് താരതമ്യം പോലും ഇല്ലാത്ത വിഷയമല്ലേ കൃഷ്ണദാസ്? അങ്ങനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാടിനെതിരെയാണ് വിമർശിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെയുള്ള വിമർശനമാണ്. അത് എല്ലാവർക്കും നടത്താം. നിങ്ങളിപ്പോൾ ഇപ്പോൾ കേരളം ഭരിക്കുന്നത് CPM എന്ന കക്ഷിയാണല്ലോ. ആ സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ BJP എന്തൊക്കെ സമീപനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്? അതുപോലെയാണോ ഒരു സൈനിക ഓപ്പറേഷൻ നേതൃത്വം നൽകിയ ഒരു ഉദ്യോഗസ്ഥയെ, ഒരു സൈനിക ഉദ്യോഗസ്ഥയെ ഭീകരവാദികളുടെ സഹോദരി എന്ന് വിളിക്കുന്നത്? രണ്ടും ഒരുപോലെയാകുന്നത് എങ്ങനെയാണ്? രാജ്യത്തെ ജനങ്ങളുടെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് ആ ദേശീയ നേതാവ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് വരുന്ന സന്ദേശം എന്താണ്? അല്ല, താങ്കൾ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ 370 റദ്ദാക്കിയത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വിഘാതമാണെന്ന് CPM ആദ്യമായാണ് പറയുന്നതെന്ന്. അത് ആ തീരുമാനത്തിലേക്ക് BJP പോകുന്ന ഘട്ടം മുതൽ തന്നെ CPIM അല്ല എല്ലാ പ്രതിപക്ഷ കക്ഷികളും ആവർത്തിക്കുന്ന വാദമാണത് കൃഷ്ണദാസ് ഏട്ടാ. അതിലൊരു സംശയവുമില്ല. അത് നമ്മൾ എത്രയോ തവണ കേട്ടിട്ടുള്ളതാണല്ലേ. ആ വിമർശനം എന്തിനെതിരെയാണ്? BJP സർക്കാരിന്റെ നിലപാടിനെതിരെയാണ്. ഇവിടെ എന്താണ് വിമർശനം? ആ സൈനിക ഉദ്യോഗസ്ഥയെ വ്യക്തിപരമായി ആക്രമിക്കുന്നു, അവരുടെ മതം നോക്കി. എന്തുകൊണ്ട് വ്യോമിക സിംഗിനെതിരെ പറയാൻ BJP നേതാവ് മുതിരുന്നില്ല കൃഷ്ണദാസ്? അപ്പോൾ അതിന്റെ ആധാരം എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താണ് അസിത? ലോകം മുഴുവൻ, രാജ്യം മുഴുവൻ നമ്മൾ ചർച്ച ചെയ്യുകയും കാണുകയും ചെയ്തതല്ലേ. കേന്ദ്ര സർക്കാരിന്റെ നിലപാട്, പ്രധാനമന്ത്രിയുടെ നിലപാട്, പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ നിലപാട്, വിദേശകാര്യ വകുപ്പ് മന്ത്രിയുടെ നിലപാട്, രാജ്യത്തിന്റെ നിലപാട് ഭീകരവാദത്തെ തകർക്കുക എന്നുള്ളതാണ്. അത് ലോകത്തോട് പറയാൻ ഈ രാജ്യം നിയോഗിച്ചത് ആരെയാണ്? വ്യോമിക സിംഗിനെയും. അപ്പോൾ ആ പ്രധാനമന്ത്രി ആ നിലപാട് രാജ്യത്തോട് പറയാൻ നിയോഗിച്ച ആൾക്കെതിരെ ഒരാൾ, അത് ആരുമായിക്കോട്ടെ, അല്ല, ചോദ്യം വളരെ ലളിതമാണ് കൃഷ്ണദാസ്. നോക്കൂ, ആ നിലപാട്, രാജ്യത്തിന്റെ നിലപാട് രാജ്യത്തോട്, ലോകത്തോട് പറയാൻ പ്രധാനമന്ത്രി നിയോഗിച്ച ഒരു വ്യക്തിക്കെതിരെ ആരുമായിക്കോട്ടെ, BJP ആരുമായിക്കോട്ടെ, അയാൾ ഒരു പരാമർശം നടത്തുമ്പോൾ അത് ആ വ്യക്തിക്കെതിരാണോ, ആ രാജ്യത്തിനെതിരാണോ, അതിനെ നിയോഗിച്ച പ്രധാനമന്ത്രിക്ക് കൂടി എതിരാണോ? അപ്പോൾ ആ നിലയിലല്ലേ നിങ്ങൾ ആ വിഷയത്തെ കാണേണ്ടത്? ഞാൻ പൂർത്തിയാക്കട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. രാജ്യം അവരെ നിയോഗിച്ചത് അവർ നേരത്തെ നടത്തിയിട്ടുള്ള സേവനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അവർ സൈന്യത്തിൽ നടത്തിയിട്ടുള്ള സേവനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അവർ നടത്തിയിട്ടുള്ള സേവനത്തിലാണെങ്കിലും നിങ്ങളിപ്പോ അതിന്റെ ഇടയിൽ ഒരു വീഡിയോ കാണിച്ചല്ലോ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ലാൽ അതിനെ കുറിച്ചല്ലേ പറഞ്ഞത്? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ രാജ്യത്ത് ഇതിനെ സംബന്ധിച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞ് രാജ്യത്ത് ആദ്യമേ തന്നെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമം നടത്തിയത് CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആണെന്നേ. ആ അഭിപ്രായത്തെ തുടർന്നാണ് മറ്റു പലരും അഭിപ്രായം പറയാനുള്ള കോൺഗ്രസിന്റെ പ്രമുഖ പല നേതാക്കന്മാർ, സിദ്ധരാമയ്യ, KC വേണുഗോപാൽ, കേരളത്തിലെ കോൺഗ്രസിന്റെ ട്വിറ്റർ ഹാൻഡിൽ, ഇവരെല്ലാം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം. എന്താ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞത്? കാശ്മീരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭീകരവാദികൾ നടത്തുന്ന അക്രമത്തെ പരോക്ഷമായി, അതാ ഞാൻ പറയുന്നത്, പരോക്ഷമായി അതിന് ഒരു തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അതിനെ സഹായിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമം നടത്തുന്നതിന് ജനത്തിന് ചുരുക്കൂട്ടിയെടുക്കാൻ അങ്ങനെ നമ്മുടെ രാജ്യത്ത് കഴിയുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ രാജ്യം ധീരമായിട്ടുള്ള 2 സൈനിക ഉദ്യോഗസ്ഥരെയാണ്, 2 വനിതാ ഉദ്യോഗസ്ഥരെയാണ് ഈ വിഷയം ലോകത്തോട് പറയാൻ ഏർപ്പാടാക്കിയത്. അവരെയാണ് അതിന് ചുമതലപ്പെടുത്തിയത്. അതിനപ്പുറത്തേക്ക് മറ്റാര് പറയുന്നതിന്, ഞാൻ പറയുന്നതിനോ, അസിത പറയുന്നതിനോ, ലാൽകുമാർ പറയുന്നതിനോ, CPM-ന്റെ പ്രതീത് പറയുന്നതിനോ യാതൊരു പ്രസക്തിയില്ല. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇറ്റ്സെൽഫ് അവിടെ നിൽക്കുകയാണ്. ഇവിടെ കൈരളിയുടെ ഫ്ലോറിൽ വന്നിരുന്ന കൃഷ്ണദാസ് അതല്ല BJP-യുടെ നിലപാട്, അതല്ല രാജ്യത്തിന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ അതങ്ങ് ഇല്ലാതാകുമോ നിതീഷ് നാരായണൻ? രാജ്യത്തിന്റെ നിലപാട് അതാണ്, BJP-യുടെ നിലപാട് അതാണ്, BJP-യുടെ പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ നിലപാട് അതാണ് കൃഷ്ണദാസ്, പക്ഷേ BJP-യുടെ നിലപാടാണ് പ്രശ്നം. നിതീഷ് നാരായണൻ, BJP ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയും BJP ഗവൺമെന്റിന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയും BJP ഗവൺമെന്റിന്റെ പ്രധാന മന്ത്രിമാരും അവർ പറയുന്നതാണ് അഭിപ്രായം.
ശരി, പറയൂ നിതീഷ്, പറയൂ. ഇതിലൊന്ന്, ആദ്യം അദ്ദേഹം ഇവിടെ നടത്തിയ വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ളൊരു പ്രസ്താവനയുണ്ട്. അത് പറയണം എന്ന് തോന്നുന്നു. CPM-ന്റെ ജനറൽ സെക്രട്ടറി സഖാവ് എം എ ബേബി എന്തോ ഭീകരവാദത്തിന് അനുകൂലമായിട്ടുള്ള സമീപനം എടുത്തു തോന്നുന്നു. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിനെ കുറിച്ചിട്ടൊക്കെ സൂചിപ്പിച്ചു. അദ്ദേഹം എന്താണെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആർട്ടിക്കിൾ 300 അങ്ങനെയല്ല സഖാവ് ബേബി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയല്ല സഖാവ് ബേബി പറഞ്ഞിട്ടുള്ളത്. താങ്കൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആർട്ടിക്കിൾ 370 പാകിസ്ഥാനും ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമല്ല. ഞാൻ പറയട്ടെ, അല്ല. സഖാവ് ബേബി പറഞ്ഞത് ആർട്ടിക്കിൾ 370 എടുത്തു കളയുന്ന സമയത്ത്, കാശ്മീരിന്റെ സ്പെഷ്യൽ സ്റ്റാറ്റസ് ഒഴിവാക്കുന്ന സമയത്ത്, ആ സ്റ്റേറ്റിനെ വിഭജിക്കുന്ന സമയത്ത് മോഡി ഗവൺമെന്റ് പറഞ്ഞത്, അതിന്റെ കാരണമായി പറഞ്ഞത് ഭീകരവാദത്തെ തകർക്കാൻ വേണ്ടിയിട്ടും താഴ്വരയിലേക്ക് സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ അത് സംഭവിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് പെഹൽഗാമിൽ നമ്മൾ കണ്ടിട്ടുള്ളത്, അതാണ് പുൽവാമയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് ഉണ്ടായിട്ടുള്ള പ്രത്യേക അധികാരങ്ങളാണ്. അങ്ങനെ പ്രത്യേക അധികാരങ്ങളുള്ള പല സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. പല ആർട്ടിക്കിളുകളിലും അത് കാണാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് പറ്റും. ഒന്നുകൂടി ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കാം, ഈ കാശ്മീർ ഇന്ത്യയിലേക്ക് ചേരരുത്, അതൊരു സ്വതന്ത്ര ഹിന്ദു രാഷ്ട്രമായിട്ട് നിൽക്കണം, അതൊരു സ്വതന്ത്ര ഹിന്ദു രാഷ്ട്രമാക്കി നിൽക്കണം എന്നുള്ള നിലപാടായിരുന്നു അന്ന് ജനസംഖ്യ ഉണ്ടായത് എന്നുകൂടി ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. മറ്റൊരു കാര്യം, കാശ്മീരിൽ ഭീകരവാദം അവസാനിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. അത് മാത്രമല്ലല്ലോ, നോട്ട് നിരോധിക്കുമ്പോൾ എന്താ പറഞ്ഞത്? 2016 നോട്ട് നിരോധിക്കുമ്പോൾ പറഞ്ഞ കാരണം ഇതാ, കാശ്മീരിൽ നോട്ട് നിരോധനത്തോടു കൂടിയിട്ട് ഭീകരവാദം പൂർണ്ണമായിട്ട് അവസാനിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നുള്ളതല്ലേ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമല്ലേ പത്താൻകോട്ട് ഉണ്ടായത്, അതിനുശേഷമല്ലേ ഉറിയിൽ അറ്റാക്ക് ഉണ്ടായത്, അതിനുശേഷമല്ലേ പുൽവാമയിൽ അറ്റാക്ക് ഉണ്ടായത്, പുൽവാമയിൽ ആക്രമണം ഉണ്ടായതിന് ശേഷമല്ലേ BJP തന്നെ നിയോഗിച്ചിട്ടുള്ള സത്യപാൽ മാലിക്, അവിടുത്തെ ഗവർണറായിരുന്ന സത്യപാൽ മാലിക് നേരത്തെ ഇത്തരത്തിലുള്ള സൂചന ഉണ്ടായിട്ട് പോലും ഗുരുതരമായിട്ടുള്ള മുൻകരുതൽ എടുക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നുള്ളത് രാജ്യത്തോട് വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കണം. മറ്റൊരു കാര്യം, അദ്ദേഹം പറഞ്ഞു നേരത്തെ ഇതെന്തോ ഒറ്റപ്പെട്ട ചില പ്രതികരണങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്. ഒരു മന്ത്രിയാണ്, ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണ് പറഞ്ഞത്. മന്ത്രി പറഞ്ഞത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ അവതാരിക സൂചിപ്പിച്ചു, അദ്ദേഹം ഈ വിദ്വേഷ പ്രചരണം നടത്തിയപ്പോൾ അതിന് ഉയർന്നൊരു കയ്യടിയാണ്. ആ കയ്യടി എവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ കൈയടിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ സൈന്യത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു വനിതയെ അവരുടെ മതം നോക്കിയിട്ട് അധിക്ഷേപിക്കുമ്പോൾ അതിന് കൈയടിക്കുന്ന ഒരു ആൾക്കൂട്ടത്തെ ആരാ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു ഒറ്റപ്പെട്ട വിഷയമല്ല. ആരതിക്കെതിരായിട്ട് വിദ്വേഷ പ്രചരണം ഉണ്ടായിട്ടില്ലേ? ഹിമാൻഷി നർവാളിനെതിരായിട്ട് വിദ്വേഷ പ്രചരണം ഉണ്ടായിട്ടില്ലേ? എന്തായിരുന്നു ഹിമാൻഷി നർവാൾ ചെയ്ത പാതകം? ഈ ഒരു കാരണവശാലും മുസ്ലിങ്ങൾക്കും കാശ്മീരികൾക്കും എതിരായിട്ടുള്ള വിദ്വേഷമായിട്ട് ഇതിനെ മാറ്റരുത് എന്നവർ പറഞ്ഞതിനല്ലേ? രാജ്യത്തെ മതനിരപേക്ഷതയെ തകർക്കരുത് എന്ന് പറഞ്ഞ കാരണം കൊണ്ടല്ലേ? ഈ വിക്രം മിശ്രയ്ക്കെതിരായിട്ട് വലിയ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അസോസിയേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സിൻ്റെ കണക്ക് ഇന്ന് വന്നിട്ടുള്ളത് 184 ഹെയ്റ്റ് ക്രൈം ഈ രാജ്യത്തുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പെഹൽഗാം വിഷയത്തിന് ശേഷം ആ വിഷയം ഉയർത്തിക്കൊണ്ട് ആ ഹെയ്റ്റ് ക്രൈം ഭൂരിപക്ഷവും ഉണ്ടായിട്ടുള്ളത് മുസ്ലിങ്ങൾക്കെതിരാണ്, കാശ്മീരികൾക്കെതിരാണ്. കാശ്മീരിന് പുറത്തുള്ള കാശ്മീരികൾക്കെതിരായിട്ടുള്ള എന്തെല്ലാം തരത്തിലുള്ള അക്രമങ്ങൾ നടക്കുന്നത് നമ്മൾ കണ്ടു. പെഹൽഗാമിലെ ടൂറിസ്റ്റുകളെ ഭീകരവാദികൾ ആക്രമിച്ചപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ജീവൻ പൊലിഞ്ഞ, അവിടെ രക്തസാക്ഷിയായിട്ടുള്ള കാശ്മീരിലുള്ള ഒരു ചെറുപ്പക്കാരൻ കൂടിയുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തേ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് പറയാൻ വേണ്ടി പറ്റുന്നില്ല? ഈ വിദ്വേഷമല്ല, ഈ വെറുപ്പല്ല നമ്മുടെ വഴി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല? നിങ്ങൾ ആരെയാ രാജ്യദ്രോഹികളാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന രണ്ടാമത്തെ രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ എന്നുള്ളത്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് സംഘപരിവാരത്തെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് സോഫിയ ഖുറൈഷിക്കെതിരായ വിദ്വേഷ പ്രചരണം നടത്തുമ്പോൾ കൈയടിച്ചിട്ടുള്ള സംഘപരിവാരത്തിന്റെ ഭ്രാന്ത് പിടിച്ച ആൾക്കൂട്ടത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച വിദ്വേഷ പ്രചരണം നടത്തിയിട്ടുള്ള സംഘപരിവാരത്തെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം
മറ്റൊരു ശരി കൃഷ്ണദാസ്, നിങ്ങൾ ഞങ്ങളുള്ളതാണ് പ്രശ്നമെങ്കിൽ ശരി, അങ്ങനെയാണെങ്കിൽ വിജേഷ പറഞ്ഞ അവർ ആരാണ്? വിജേഷ പറഞ്ഞ അവർ ആരാണ്? അവരുടെ സഹോദരിയാകുന്നത് എങ്ങനെയാണ്? രാജ്യത്തിന്റെ മുഖമായിരുന്ന സോഫിയ ഖുറൈഷി, അതിനു കൂടി മറുപടി പറയൂ. അദ്ദേഹം വിശദീകരിച്ചല്ലോ. നിങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഈ രാജ്യത്ത് മതവിദ്വേഷം നടത്തുന്ന ആളുകളെയാണ്. ഈ രാജ്യത്ത് സോഫിയ ഖുറൈഷി അധിക്ഷേപിക്കുകയും ആ അധിക്ഷേപത്തിന് കൈയടിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളെയാണ്. ശ്രീ കൃഷ്ണദാസ്, നിതീഷ് ഈ മതഭീകരവാദത്തിന് കൈയടിക്കുന്നവരെ നിങ്ങളെന്ന് വിശേഷിപ്പിച്ചപ്പോൾ അങ്ങേക്ക് പൊള്ളുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവർ എന്ന് ഈ വിജേഷ എന്ന് പറയുന്ന BJP-യുടെ മന്ത്രി വിശേഷിപ്പിച്ചത് ആരെയാണ്? അവരുടെ സഹോദരി എന്ന് സോഫിയ ഖുറൈഷിയെ വിശേഷിപ്പിച്ചപ്പോൾ എന്താണ് അങ്ങേക്ക് പൊള്ളാതിരുന്നത്? BJP എന്ന് പറയാം, പോലെ കോൺഗ്രസ് കേന്ദ്ര സർക്കാർ എന്ന് പറയാം. എന്നിട്ട് നിങ്ങൾ കേട്ടിരിക്കുന്ന ആൾക്കാരെന്താ വിചാരിക്കാം? കേന്ദ്ര ഗവൺമെന്റ് ചെയ്തു, BJP ചെയ്തു എന്നല്ലേ? അല്ലാതെ ആരാണ് BJP-യുടെ മന്ത്രിയല്ലേ? എല്ലാ ആളുകളെയും തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഈ പ്രസ്താവന നടത്തിയ വിജേഷ BJP അല്ലേ? അദ്ദേഹത്തിനൊപ്പം ആ വേദിയിലിരുന്ന് കൈയടിച്ചവർ BJP അല്ലേ? ആത്മവിശ്വസിച്ചവർ BJP അല്ലേ? അവരൊന്നും അപ്പോൾ BJP അല്ലേ? അദ്ദേഹത്തെ തള്ളി പറയാത്ത ആളെയാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ പേരെടുത്ത് കേന്ദ്ര ഗവൺമെന്റ് എന്താ പറയാ? ഞാൻ പറഞ്ഞു അത് സംഘപരിവാരത്തെയാണ് ഉദ്ദേശിച്ചത്. താങ്കൾ സംഘപരിവാരമാണെങ്കിൽ താങ്കൾ ഉൾപ്പെടുന്ന സംഘപരിവാരത്തെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. താങ്കൾ സംഘപരിവാരമാണെങ്കിൽ താങ്കൾ ഉൾപ്പെടുന്ന സംഘപരിവാരത്തെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. രാജ്യത്തെ സൈന്യത്തിന് നേതൃത്വം നൽകുന്ന ധീര വനിതയെ അധിക്ഷേപിക്കാൻ മടിയില്ലാത്ത, അധിക്ഷേപിച്ചയാളെ ഇപ്പോഴും അവരെ മന്ത്രിപദത്തിൽ വാഴിക്കുന്ന സംഘപരിവാരത്തെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സംഘപരിവാരത്തിലെ ഏതാണ്? സർക്കാരിലെ ഏതാണ്? സംഘപരിവാരത്തിലെ ഏതാണ്? നിങ്ങൾ ആ വ്യക്തിയുടെ പേര് പറ. ഞാൻ നിങ്ങളുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നിലപാടാണ് പറഞ്ഞത്. ആ MA ബേബിയെ ഞാൻ പേരെടുത്താ പറഞ്ഞത്. എന്തുകൊണ്ടാണ്? അദ്ദേഹം പറഞ്ഞ നിലപാടിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഈ സംഘപരിവാർ എന്ന് പറയുന്നത് അത്രയ്ക്കും നാണക്കേട് ഉണ്ടാക്കുന്നതാണോ കൃഷ്ണദാസ്? സംഘപരിവാർ എന്ന് പറഞ്ഞാൽ അതിൽ ആരാണെന്ന് എടുത്തു പറയണമെന്ന് പറയുമ്പോൾ ഇൻ ജനറൽ സംഘപരിവാർ എന്ന് പറയുന്ന ടേം താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയോ നാണക്കേടോ ഉണ്ടാക്കുന്നതാണോ? ശ്രീ കൃഷ്ണദാസ്, ഞാൻ കേട്ടില്ല, എന്താ ചോദിച്ചത്? അല്ല, സംഘപരിവാർ എന്ന് പറയുമ്പോൾ അതിൽ ആരാണെന്ന് അങ്ങ് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇൻ ജനറൽ സംഘപരിവാർ എന്ന് പറയുമ്പോൾ അത് താങ്കളെ പോലുള്ള ആളുകൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയോ നാണക്കേടോ ഉണ്ടാക്കുന്ന പദമാണോ? എന്റെ സ്റ്റാൻഡ് അക്കാര്യത്തിൽ ക്ലിയർ ആണ് അസിത. അതായത് ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിലും ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ചാലും ഞാനാണെങ്കിലും ഞാൻ അതുകൊണ്ടാണ് കൃത്യമായി പറഞ്ഞത്. ഇടതുപക്ഷത്തിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ ആദ്യ ദിവസത്തെ സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു. ഞാൻ പേരെടുത്ത് പറഞ്ഞല്ലേ? അല്ല, അദ്ദേഹം ആ വിജയശായിയുടെ പരാമർശത്തെയും അതിന് ചുറ്റും കൈയടിക്കുന്ന ആളുകളെയും ചേർത്താണ് പറയുന്നത് സംഘപരിവാർ. നിങ്ങൾ എന്താണ് പ്രശ്നം? ഞാൻ പൂർത്തിയാക്കട്ടെ. അല്ല കൃഷ്ണദാസ്, അത് ലോജിക്കില്ലാത്ത വാദമാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും പറയാൻ ഒരു അവസരം കിട്ടുമ്പോൾ അതിൽ വെറുതെ സമയം കളയേണ്ടതില്ലല്ലോ. ലോജിക്കില്ലാത്ത വാദമാണ്.